നമസ്കാരം, ഷിഹാബാണ് ഇവിടെ. സക്കരിയ, പ്രിയ സുഹൃത്ത് സക്കരിയ ഇന്ന് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് സഹിക്കണം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, പാലപ്പെട്ടിന്ന് പുത്തമ്പള്ളി പോണ ആ ഒരു വഴിയിൽ റൈറ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കുന്നത് നമ്മുടെ പുത്തമ്പള്ളി പാലപ്പെട്ടി വിശദീക്ക് വരാം. പാലപ്പെട്ടിന്ന് പുത്തമ്പള്ളി പോണ വഴിക്ക് റൈറ്റ് സൈഡിൽ ശ്മശാനുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാതൊക്കെ ആ ഒരു വഴി, അവിടെ ആ വഴിയിൽ നല്ലൊരു കോൺക്രീറ്റ് റോഡാണ്. ആ റോഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ശ്മശാനത്തേക്ക് പോണ മെയിൻ കോൺക്രീറ്റ് റോഡിലാണ് ഇരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഇപ്പോൾ അവിടെ കൃഷിയൊക്കെ ഏകദേശം ഞാറൊക്കെ കൊയ്യാനായി. ചില സ്ഥലത്തൊക്കെ കൃഷിയുണ്ട്. പക്ഷെ ഇവിടെ നല്ല ഞാറിട്ട സമയത്ത്, കുറച്ച് വളർന്ന സമയത്ത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പായിട്ട് ഭയങ്കര സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ വന്നിരിക്കാൻ, ഈ വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നല്ല കാറ്റും. തീർച്ചയായിട്ടും ഫോണ് മാറ്റി വെക്കണം. നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കുന്നത് ഫോണിലാണ്, അത് വേറെ കാര്യം. പക്ഷെ അതല്ലാത്ത സമയങ്ങൾ നമ്മൾ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഫോണ് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ സുഹൃത്ത് ഷിഹാബാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഷിഹാബിനെ ഞാൻ കാണിക്കാം. നമുക്ക് ഈ ഏരിയയിൽ ഫോൺ നിരോധിച്ച് നമുക്ക് എഴുതി കൊടുക്കാം. ഈ ഏരിയയിൽ പോലെ അത് കാര്യം പറയുമ്പോ ചളിയുടെ ഉസ്താദാണ്. അതല്ല, ഞാൻ കാര്യം പറയട്ടെ, എന്നിട്ട് ഈ ചളി അടിച്ചു. അപ്പോ ഈ പറഞ്ഞ പോലെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റിച്ച് വൈകുന്നേര സമയങ്ങൾ വന്നിരിക്കേണ്ടത്. ഇവിടുന്ന് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചായക്കട ഉണ്ട്. അവിടുന്ന് വേണമെങ്കിൽ ചായയും കുടിച്ച് ഇവിടെ വന്നിരിക്കുക. ഭയങ്കര രസമാണ്. ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്ത് അജ്മൽ വരുന്നുണ്ട്. അജ്മൽ, സക്കരിയ, ഷൗക്കത്ത്, ഞങ്ങൾ മൂന്നാളും എൻ്റെ ഒരു ഫീൽഡിൽ തുടക്കത്തിൽ എനിക്ക് കൈ തന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളൊരു ആൽബം സോങ് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ അന്ന് തുടങ്ങിയിട്ടുള്ളൊരു ബന്ധമാണ്. അന്ന് ഇവരെന്നെ സൈക്കിൾ തുടങ്ങിയാണ്, ഞാൻ ഇവരും സൈക്കിൾ തുടങ്ങിയാണ്. അതിൽ ഷക്കീരപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഷൗക്കത്ത് ഇപ്പോൾ ഒരു ഡ്രസ്സ് കട, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നതൊക്കെ ആയിട്ട് അവൻ്റെതായിട്ടുള്ള തിരക്കിലാണ്. ഫ്രീ ടൈമിൽ നിന്ന് പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അജു ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അജു ദുബായിലാണ്, ഗാലറി വിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഗാനങ്ങൾ പുറത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നൊരു മീഡിയയാണ് ഗാലറി വിഷൻ. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഗായകന്മാരുടെ ചാനലുകളും പാട്ടുകളൊക്കെ അവരാണ് അതിന് പാക്കറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അജ്മൽ ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇതൊരു വ്ളോഗാക്കാന്ന് വിചാരിച്ചു. ഇതുപോലെ എങ്ങനെ എൻട്രി കൊടുക്കേണ്ടത് സെക്രട്ടറി പറഞ്ഞോ? പറയുമ്പോൾ കൊടുക്ക്. ഇതാണ് നമ്മുടെ അജുട്ടാ. അജു, നമ്മ പറഞ്ഞ അജു എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീഡിയോ കൊടുത്ത ഷിഹാബ്, നമ്മുടെ സുഹൃത്ത്, പാട്ടുകളൊക്കെ എഴുതുന്ന സുഹൃത്താണ്. കുറെ ഗാനങ്ങളൊക്കെ മുന്നേ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരു ഉസ്താദ് വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദേ, മൂന്നാലാള് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയത്. ഹിന്ദി नहीं मालूम, थोड़ा थोड़ा मालूम हिंदी. नाम क्या है? आंध्रा, बिहार. बिहार के किधर है? भागलपुर. अच्छा, बड़ा है तो पल्लीरान. इधर किधर से? किधर है? इधर ओपल्ली में, कंडोसर में. हाँ, पल्ली कंडोसर पल्ली है. जमात क्या है? घर बिहार. नाम ഇസ്രാഫിൽ. നോമ്പൊക്കെ ഉഷാറല്ലെന്ന് ചോദിക്കും. ഹിന്ദി അറിയില്ല. അറിയാം, ഹിന്ദിയിലെ മെയിൻ ആണല്ലോ. റമദാൻ അച്ഛാ. റംസാൻ അച്ഛാ. അപ്പോൾ എന്താ പറയാ, നമ്മളിവിടുന്ന് അജോ, നമ്മളിവിടുന്നാണ് ഷൂട്ട് ചെയ്യാനുള്ള ഇങ്ങനെ പ്ലാനിങ്. ഗസൽ ഇങ്ങനെ സോങ്സ് എല്ലാം ഇങ്ങനെ കയറുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ. ഒരുപാട് സുഹൃത്തുക്കൾ, ഉമ്പായിക്കാടുള്ള സ്നേഹം, കുറച്ച് സ്നേഹം നമുക്കിങ്ങനെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഉമ്പായിക്കാടുള്ള സ്നേഹമാണ്. അപ്പൊ ഞാനിവിടെ മുന്നേ ഞാൻ എന്താ പറയാ, നമ്മുടെ അരുണിട്ട് 1-2 കാര്യങ്ങൾക്ക് വന്നപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു സോങ് ചെയ്യണം. നമ്മൾ മുന്നതുപോലെ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഭംഗിയാണ്. നമ്മളെ കണ്ണിൽ കാണുന്നത്, നമ്മൾ ശ്രദ്ധിക്കണത്. നമ്മൾ അവിടെ ഇവിടെ പോയിരിക്കും. അത് സെക്രട്ടറിയൊക്കെ അവിടെ ഇവിടെ പോയിരിക്കാന്നല്ലാതെ പക്ഷെ ഇതിന്റെ ഒരു ഭംഗി. അജു അങ്ങോട്ട് നോക്ക്. അതെ, ഇതിപ്പോ ഈ മൊബൈലിൽ കാണുന്ന ഒരു ഇതുള്ളൂ അല്ലേ. ഇതിന്റെ ഒരു ഭംഗി വേറാണ്. പ്രത്യേകിച്ച് ഇവിടെ ഞാറ് കൃഷിയൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലീശ ആക്കണില്ല. ഇതിൽ നമ്മൾ ഇവിടെ അവിടെ ഒക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ ഗസൽ ചെയ്യുന്ന പോലെ ഗസൽ ചെയ്യുന്നതാണ്. നമ്മളെ ഗസൽ ഷൂട്ട് ചെയ്യാണ്. അതിനൊരു പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ നന്നാവൂല അജോ? ക്യാമറ കണ്ണിലൂടെ, അതിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും. അജുന്റെ വീട് ഇവിടെ അപ്പുറത്ത് ഇങ്ങ വരുന്ന വഴിയില്. നമ്മൾ അങ്ങനെ വരുന്ന നിങ്ങളെ ഫ്രണ്ടിൽ കൂടെ വരല്ലേ? ചേട്ടന്മാർക്ക് ഷൗക്ക് 2 പാട്ട് കൊടുക്കട്ടെ.
ശ്മശാനത്തിൽ കുഴിച്ചുകൂടാന്നതാ. നാളെ അടക്കണ്ട ഇന്ന് അടക്കാൻ വേണ്ടിട്ട് നേരത്തെ അടക്കാന്ന് വിചാരിച്ചേ. അതുകൊണ്ട് കൂടെ അച്ഛൻ്റെ കൊടുക്കാം. വായോ ഓട്ടത്തില പഴയ ടീം മൊത്തം എപ്പോഴും ഒരു കിനാവ് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ നെൽപ്പാടാണല്ലോ. ഇതിലൊക്കെ നമുക്ക് പ്രണയമൊക്കെ വരൂല. ഒരു പ്രണയമൊക്കെ അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തില് ഈ ധാന്യവിളകള് ഏറ്റവും ഉണ്ടാവുന്ന ഒരു സ്ഥലമാണെന്നല്ലോ കേരളം. ഇപ്പോ കൃഷിയൊന്നും ആരും അങ്ങനെ ചെയ്യണില്ല. ഇപ്പൊ കൊറേയൊക്കെ നമ്മുടെ ഞാറിന് നല്ല താങ്ങുവിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടല്ലേ. അതുപോലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ടത്തിനെടുത്തിട്ട്. അതെ അതെ. പക്ഷെ എന്നാലും ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ മൊബൈൽ ട്യൂബിൽ മറ്റുള്ള പല ജോലികൾക്കൊക്കെ പോകാനല്ലോ. അത് വേണം. ടെക്നിക്കലായിട്ട് പല ജോലികളും പഠിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് തിന്നണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരികയാണ്. പക്ഷെ കേരളത്തിൽ അതിനെ പറ്റിയ ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും തന്നെ ചെയ്യാൻ തയ്യാറാവണില്ല. പക്ഷെ ഒരുപാട് ഭൂമികളുള്ള ഒരുപാട് ഏക്കർ കണക്കിന് പാടങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും അല്ലേ. പണിക്കാരെ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ശരിക്കും വേണം. നല്ല അരിയും കാര്യങ്ങളും വിഷമില്ലാത്ത ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ ഇതിന്റെ ഒരു സുഖം വേറെ തന്നെ. ഇതിന്റെ ഇടയിൽ നടക്കുമ്പോൾ ഈ കാറ്റും ഓക്കെ. പിന്നെ ഇതിന്റെ ഇടയിൽ പറയുമ്പോൾ സെക്കരിയ തെറ്റിപ്പോയി. സെക്കരിയ ഞാൻ കുറച്ച് പണിയില്ല. തുടങ്ങല്ലേ? എന്ത് തുടങ്ങും? ഇങ്ങനെ വർത്താനം പറയേ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രദേശം. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്. പക്ഷെ ഏത് സോങ് എടുക്കണം എന്നുള്ളതിലായിരുന്നു. ഉമ്പായിക്കട ഒരു മനോഹരമായിട്ടുള്ള ONVയുടെ വരികള്, അത് ഉമ്പായിക്ക് മ്യൂസിക് ചെയ്തിട്ട് പാടിയ ആ ഗാനങ്ങൾ തന്നെ ഏറ്റവും നന്നാവും എന്ന് തോന്നി. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതെന്റെ ജ്യേഷ്ഠനാണ് ഹുസൈൻക. ഇവിടെ ഈ സ്ഥലങ്ങൾ ഇത് കഴിഞ്ഞാലും ഇനിയും നല്ല സ്ഥലങ്ങളൊക്കെ സുഹൃത്തിന്റെ വരുന്നത് വരുത്തന്റെ ഒപ്പം മുളത്തി ചാടിയ തങ്കമ്മേ. നമ്മളെ അപ്പേട്ടന്റെ അച്ഛനാട്ടാ. അപ്പേട്ടന്റെ അച്ഛനാണ് മിതുട്ടെ. കോമഡിയുടെ ഒരാൾ വേണ്ട. അപ്പൊ അങ്ങനെ ഞാൻ വേലാതിരി നമുക്ക് നടന്നു നോക്കാം. പാട്ട് പാടിക്കോ. ഒരു പാട്ട്. ചന്ദന പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. ചന്ദന പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. നിന്നയുറക്കാനായി പെണ്ണെ ചന്ദന കട്ടിലുണ്ട്. ഇതിലൊക്കെ മീനൊക്കെ ഉണ്ടായിരുന്ന മുന്നൊക്കെ മീൻ ഉണ്ടാവല്ലേ. എപ്പോ മീൻ പിടിച്ചായിരുന്നു. പിടിച്ചല്ലേ? 2 കിലോമീറ്റർ അടുപ്പിച്ച് ഉള്ള ഓരോ കണ്ണനും അല്ല കണ്ണൻ. ഇത് വളർത്ത് കണ്ണനല്ലല്ലോ, റിയൽ കണ്ണനല്ലേ ഒറിജിനല്. ഇപ്പൊ വളർത്ത് കണ്ണനൊക്കെ കുറെ കിട്ടുന്ന കാലട്ടല്ലേ ഈ വെനസ്വേല ബ്രീഡും കാര്യങ്ങളും. അജു പോയോ? അജുവോ? ആ ഓക്കെ. കണ്ണനാണ്. പിന്നെ ഇങ്ങനെ ചെറിയ മക്കള് വന്നിട്ട് ലാസ്റ്റ് 2-3 അവരൊരു പിടുത്തുണ്ട്. എല്ലാം കഴിഞ്ഞല്ലോ. അപ്പൊ ലാസ്റ്റ് വയമ്പൊക്കെ ഉണ്ടാവല്ലോ. ഇല്ല 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 ഇല്ല. പണ്ട് മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് വയമ്പൊക്കെ കിട്ടും. ചിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാ ഫ്രൈ ചെയ്താല്. ഇപ്പൊ ഇല്ലല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കാഴ്ച കാണിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോ എവിടുന്ന ഇത് മാന്തി എടുത്തത്? ആ തോട്ടിന്നാണോ? ആ പാലത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇത് താഴ്ത്താൻ വേണ്ടിട്ട് കുഴിച്ചു നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. തോട് ആഴം കൂട്ടിട്ട് വെള്ളം ഇതാക്കാൻ വേണ്ടി ഇതാക്കിയിരുന്നാണ്. അപ്പോഴാണ് പാലം പണിയാൻ വേണ്ടി അപ്പോഴാണ് ഈ മരം കിട്ടിയത്. ഇതിന് 2 പീസ് ഉണ്ട്, വലിയ പീസ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കണ്ടാവും? ഇത് 1000 വർഷങ്ങൾക്ക് മുന്നേ പഴക്കണ്ടാവുന്ന തോന്നുന്നത്. കാരണം ഇനി ആ കിണറ്റിലുണ്ട് പകുതി തല, പിന്നെ അങ്ങോട്ട് വാല്. ഇത് ഒന്നിനും പറ്റൂലല്ലോ. ഇല്ല, ഒന്നിനും പറ്റില്ല. പണ്ട് കാലത്ത് പറയല്ലോ നമ്മുടെ ഈ മരങ്ങളെ വെള്ളത്തിൽ കടന്നിട്ടായില്ല. മരങ്ങൾ കടലിന്റെ അടിയിലാണ് കിടന്ന് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇന്ധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കടൽ ജീവികളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് പെട്രോൾ കാര്യങ്ങൾ. അതേപോലെ ഇതിൽ നിന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ കിണറ്റിന്റെ അകത്ത് കിണറ്റിന്റെ താഴ്ചയിലൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്. കൊണ്ടായിക്കൂടെ പോകും.
ഇവിടുന്ന് എടുത്ത സമയത്തുണ്ട് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് അങ്ങനെ ഇതിങ്ങനെ ഇരുന്നാൽ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് എന്താ പറയാ പുരാതന വസ്തുവല്ലേ. ഇത് അങ്ങനെ കൊണ്ടുപോയി വിറക് വെക്കുക. എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും സമയത്ത് എനിക്ക് ഇതിനുള്ളിൽ അടിച്ചിട്ടുണ്ടോ? ഇതിനുള്ളിലെ പന്നിയൊക്കെ ഉണ്ടാകുന്ന അവിടെ ആ കാടിന്റെ ഒരു കാഴ്ചവസ്തുമാതിരി ആയിരുന്നു. ഇവിടെ എത്ര ജനങ്ങളെ വന്നിട്ട് കണ്ടിട്ട് കാണാൻ വേണ്ടി വന്നു. നമ്മളറിഞ്ഞില്ല. നമ്മൾ ഈ തൊട്ട് അടുത്ത് നടക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല. ആ സമയത്ത് അത് പറഞ്ഞ മുറ്റത്തെ മുല്ലക്ക് മണല്ല അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. അങ്ങോട്ട് നടന്നു നോക്കാം നമുക്ക്. പിന്നെ ഇതെങ്ങനെ നോക്കിയേ, ഇതൊന്നും കാണാനുള്ള സംഭവം കാണിക്കാനൊന്നുമില്ല. പക്ഷെ പുതിയ തലമുറക്ക് കാണാൻ പഴയ എഞ്ചിന്. ഇതിനെന്താ നമ്മള് മുന്നേ പറയാ മോട്ടർ എന്താ പറയാ, പണ്ട് നമ്മളെന്താ പറയാ ഇഞ്ചിനാ. ഇത് നമ്മള് പാടത്ത് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് നമ്മള് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യും. ഒരു കയറിട്ടിട്ട് വലിച്ചിട്ട്. പക്ഷെ ഇതിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്മെല്ല് വരാണ്ട് ആ പെട്രോൾ അടിക്കുന്നത്. ആ സ്മെല്ല് ഭയങ്കര വൈബാണ്. അതുപോലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുപോകും, വാടക എടുത്ത് കൊണ്ടുപോകും. എന്തായാലും ആ പഴയ കാലഘട്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്ന ചക്കരിയ എനിക്ക് തീർച്ചാ തീരാത്ത കടപ്പാടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൽ കയറി പറയരുത്, അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഇത്രയും പ്രകൃതി രമണീയമായ ഒരു നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഉമ്പായിക്കാടെ 2 ഗാനങ്ങളാണ് പാടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ പാടാം. ഇവരിങ്ങനെ കാണുമ്പോൾ നമ്മളൊക്കെയും ഇവിടെ സ്നേഹിതനാണ് ഷിയാബ് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ സ്ഥലം കൂടി കാണുമ്പോൾ ഈ വരികളാണ് എനിക്ക് പാടാൻ തോന്നുന്നത്. പ്രേമിച്ച തെറ്റിനായി സ്വർഗം ശപിക്കയാൽ ഭൂമിയിൽ വന്നവരോ നിങ്ങൾ, ഭൂമിയിൽ വന്നവരോ സ്വർഗത്തിനജ്ഞാതമാമനുരാഗത്തിൻ സൗഗന്ധികം തേടി വന്നവരു. ഷിയാബ് പറയണത് എന്താ വെച്ചാലേ, നമ്മുടെ ഇതിൻ്റെ ഇനിയും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഷിയാബ് അവിടെ ഇനിയും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാടൊക്കെ കണ്ടില്ലേ, അതിനപ്പുറത്തേക്ക് ഇനിയും ഗംഭീര സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് വേറൊരു ദിവസത്തേക്ക് ആക്കുക. കാരണം ഏകദേശം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നോമ്പ് തുറക്കാനാവും. അപ്പോൾ പോണ വഴിക്ക് ഇനി സമയം കുറവുണ്ട്. നമ്മുടെ ചേട്ടനതാ അങ്ങോട്ട് കയ്യും വെച്ച് ഇങ്ങനെ നോക്കുമല്ലോ. അവിടെ എന്താണ് കാണേണ്ടത് ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഈ പാടത്തിനോട് നേരെ താഴ്ന്നെടുക്കുന്നൊരു കുളം. പാടം പറ്റിയാൽ ഏറ്റവും ലാസ്റ്റേ കുളം പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പാടത്തെ മീനുകളും കയറി വരുന്നത് ഈ കുളത്തിലേക്കായിരിക്കും. അപ്പോൾ അവിടെ ആ ചേട്ടൻ ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മീൻ എങ്ങനെയെങ്കിലും പറ്റിക്കണം, അതിനാണ് ആ പോയിക്കണത് സെക്യൂരിറ്റി. കണ്ടാ അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ മീൻ കിട്ടി, അപ്പോൾ എങ്ങനെ ബിസിനസ്സൊക്കെ നടക്കുന്നത്, ഇപ്പോൾ ഒരു മീൻ എടുക്കാണ്ടാവുമോ എന്നൊക്കെയാണ് ചോദിക്കണം അവിടെ പോയിട്ട്. പക്ഷെ ആൾ പൈസ കൊടുക്കട്ടാ, ആൾ വേറെ ലെവലാണ്. അപ്പോൾ ചോദിക്കണം ബിസിനസ്സൊക്കെ എങ്ങനെ പോണ്, കാര്യങ്ങളൊക്കെ നടക്കണ്ട, പുറന്നെടുക്കാണ്ടാവോ, ഒരു ചെമ്പിലെടുക്കാണ്ടാവോ എന്ന് ചോദിക്കാം. അതാ പൈസ എടുക്കണ്ടിട്ടാ, പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ നേരത്തെ നിന്ന് നോക്കിയത് വിജയേട്ടനാണ്. വിജയേട്ടനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഇവിടെ ഈ പാടങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ അത്രമേൽ പരിചിതനായ ഒരാളാണ്. കാരണം മഴക്കാലമാണെങ്കിലാണെങ്കിലും ആളൊരു വലിയ വണ്ടി സൈക്കിളുണ്ടാവും. അവിടെ പാർട്ടി ഓഫീസിൻ്റെ അവിടെയും അവിടുത്തെ പാടങ്ങളിലും എല്ലാം ഈ ഇതുപോലത്തെ എന്തെങ്കിലും പറയാം ഇത് വെക്കുന്നതിന് കുരുത്തി അല്ലേ, കുരുത്തി ഇതൊക്കെ വെച്ച് മീൻ പിടിക്കുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ആളെ നന്നായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു വലിയ വണ്ടി സൈക്കിളുണ്ട്. ഈ ഒരു പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ആ ചേട്ടൻ്റെ വീട് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ആ ചേട്ടനാണ് ഇവിടെ നിന്നത്. അപ്പോൾ മീൻ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ പിടിച്ച മീൻ ടാങ്കിലുണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വന്നിട്ട് ശക്രിയാക്ക് മീൻ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോമ്പാണല്ലോ, പത്തായത്തിന് നല്ലതാണ്, ഔഷധ ഗുണമുള്ള മീനാണെന്നാണ് സക്രിയ പറഞ്ഞത്. അപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ ഉപ്പാനെ അറിയാം വിജയേട്ടനക്ക് പറഞ്ഞു. അപ്പോൾ ഉപ്പാന്ന് പറഞ്ഞാൽ ഈ വക മീനുകളൊക്കെ എൻ്റെ ഉപ്പാക്ക് കുളത്തിലത്തെയും തോട്ടിലത്തെയും പുഴയത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ട് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേന് ആൾ നേരെ ഞങ്ങളെ പറമ്പിലൊരു മുളക്കാടുണ്ട്, അതിൽ മുള വെട്ടു. നേരെ മഴക്കാലത്തൊരു 2 കുട, എനിക്കൊരു കുട ഉണ്ടാവും, ഉപ്പാക്കൊരു കുട ഉണ്ടാവും. എന്നിട്ട് എന്നെ കൊണ്ടുപോകും. ഞങ്ങൾ നേരെ തോട്ടിലും കുളത്തിലൊക്കെ ചൂണ്ടലിടാൻ പോകും. അപ്പോൾ അന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കിഴങ്ങുണ്ട്. കിഴങ്ങ് ചുട്ട് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ മൈദ, പിന്നെ മണ്ണിര ഉണ്ടാവും. കൂടുതൽ ഇതൊക്കെ ഉണ്ടാവും അപ്പാടെ. ഇതിട്ട് മീൻ പിടിക്കാൻ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആ ഒരു പഴയ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി വന്നു. ചേട്ടനെ കണ്ടുണ്ട്. ഞാൻ വേറെ ആളെ കുറിച്ച് ചോദിച്ചിരുന്നു. ആളാണ്, നമുക്ക് ആളല്ല.
എത്ര ഇഷ്ടപ്പെടുന്നു. ഇതാ മീൻ കൊടുക്കുന്നുണ്ട് കേട്ടാ. സെക്കരിയാക്കുന്നുള്ള അത്തായത്തിന് തിന്നാനുള്ള വീട്ടിൽ പോയി ചീത്തേക്കോ ഈ സമയത്ത്? എനിക്കൊക്കെ ഈ സമയത്ത് മീൻ കൊണ്ടുപോയി ചീത്തേക്കും. കാരണം എൻ്റെ ഉമ്മാക്ക് മാത്രമേ നന്നാക്കാൻ അറിയുള്ളൂ. പുതിയ ജനറേഷനൊന്നും ഈ മീൻ നന്നാക്കാൻ അറിയില്ല. അടിപൊളി ചെമ്പല്ലിയാണല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ചെമ്പല്ലി മാത്രം കൊണ്ടുപോയി എടാ അജിത് എപ്പഴാ പൊരിക്കുക? കുറച്ച് ഞാൻ കൊണ്ടുപോയത് നന്നാക്കാള് വേണ്ട ഇപ്പത്. എടാ 2 പീസ് കൊടുന്നുണ്ടാ പൊരിച്ചിട്ട്. ഒരു കടു ഒരു ചെമ്പല്ലി കേട്ടാ. ഇത് പൊരിക്കാനാണല്ലേ ഇക്ക പോയില്ല. ഇത് എത്ര അതായത് അപ്പൊ നമ്മുടെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് എടുത്ത ഈ ഒരു വ്ളോഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വിജയേട്ടുണ്ട്, ഷിയാബ് നമ്മുടെ കാർന്നൂർ ഉസ്താനക്കുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഉസ്താനക്കാട് വീട്. ഞങ്ങളവിടെ പോകാറുണ്ട്. ഇപ്പോൾ കുഞ്ഞിമ്മയുടെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അതാ സെക്കരിയാക്കുള്ള ചെമ്പല്ലി, വലിയ ചെമ്പല്ലിയാണ്, റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഇപ്പോൾ വീഡിയോ ലാസ്റ്റ് വൈൻഡപ്പ് എടുക്കുന്നത് നമ്മുടെ സെക്കരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ സുഹൃത്തുക്കളോടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവുക. നമുക്കിതുപോലെ നമ്മുടെ പ്രോഗ്രാംസുള്ള വീഡിയോ അതുപോലെ ഇത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇനിയും വരും. ഫാമിലി വീഡിയോസുകളായിട്ട് വരും. എപ്പോഴും പറഞ്ഞ് ക്ലീശാക്കുന്നില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എല്ലാവരും ആയി എടുത്ത ഓക്കെ.